അഖിലമലങ്കര ശുശ്രൂഷക സംഘത്തിൻ്റെ ഈ വാർഷിക സംഗമത്തിൽ സംബന്ധിക്കുന്നതിൽ അനൽപമായ സന്തോഷം. ഇങ്ങനെ ഒരു സംഗമം അഖിലമലങ്കര അടിസ്ഥാനത്തിൽ നടക്കുന്നത് വളരെ പ്രധാനമാണ്. തീർച്ചയായും ഇനിയും ശുശ്രൂഷകർ ഇതിലേക്ക് കടന്നു വരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം വരുന്ന ഈ ദിവസങ്ങൾ, സ്വർണ്ണ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ നിവാസവും നിറവും ലഭിച്ച അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചിന്തകളും ആലോചനകളും നടത്തുന്നതെന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. ഒരു പ്രാരംഭം എന്ന നിലയിൽ മാർ അപ്രേമിൻ്റെ അപേക്ഷകളിൽ 2 അപേക്ഷകളിൽ നിന്ന് അടർത്തിയെടുത്ത് 5 ചതുഷ്പതികൾ, 4 പാദങ്ങൾ, വരികൾ വീതമുള്ള 5 ഖണ്ഡികകൾ ഒന്ന് ആലപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണം ഞാൻ ആരംഭിക്കട്ടെ. ഒരുപക്ഷെ നമുക്ക് ഇത് പല വരികളും കാണാപ്പാഠമാവും എന്ന് എനിക്ക് നല്ല കുറ്റമുണ്ട്. കർത്താവേ, എൻ പ്രാർത്ഥനയാൽ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നു പുതുക്കണമേ. ആ നിന്നാത്മനാകുന്ന പരിപയാലേകുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ദേഹമശേഷം കൃപയാലേ പരിപാവനമാക്കിയിടണമേ. ഈ സംഗമത്തിൻ്റെ അടിസ്ഥാന വേദഭാഗമായി ഈ വർഷം സ്വീകരിച്ചിരിക്കുന്നത് 26-ാം സങ്കീർത്തനം 7-ാം വാക്യമാണ്. 26-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൻ്റെ ആദ്യ വരി: യഹോവേ, ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. ശുശ്രൂഷകർ സവിശേഷമായി കൈകൾ കഴുകി ജനത്തോട് അനുവാദം ചോദിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സന്ദർഭം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ. പ്രധാന ശുശ്രൂഷകർ ധൂപകലശം എടുത്തുകൊണ്ട് ധൂപാർപ്പണം നടത്തുന്നതിന് നിയോഗിതനാവുന്ന ശുശ്രൂഷകൻ സവിശേഷമായി ഈ കർമ്മം നിർവഹിക്കുന്നുണ്ട്. അത് വിശുദ്ധ കുർബാനയുടെ സന്ദർഭത്തിൽ തുബ്ദേൻ വായനയ്ക്ക് ശേഷമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ അടുത്ത സമയത്തായി അതിലൊരു അല്പം സംശയം വന്നിട്ടുണ്ടോ? അത് കഴിഞ്ഞതിന് ശേഷം ശോശപ്പ മടക്കി വെക്കുന്ന കർമ്മം, അതിലെന്തെങ്കിലും ശുശ്രൂഷകർക്ക് അതിനുള്ള അനുവാദമില്ലെന്നോ അവരുടെ ധർമ്മമല്ലെന്നോ കർമ്മമല്ലെന്നോ ഒരു സംശയം വന്നിട്ടുണ്ടോ എന്നൊരു ആശങ്ക ഈ അടുത്ത കാലത്തായി ഞാൻ കാണുന്നുണ്ട്. ചില പള്ളികളിൽ ശുശ്രൂഷയ്ക്കായി പോകുമ്പോൾ ശുശ്രൂഷകർ, ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല, അതുകൊണ്ട് നിശ്ചയമില്ല, എങ്കിലും അവർ കൈകൾ കഴുകിയ ശേഷം ജനത്തോട് അനുവാദം ചോദിക്കുന്നു. അനുവാദം ചോദിച്ചു കഴിഞ്ഞ് അവർ അപ്പോഴേക്കും
ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ മിക്കവാറും ആരംഭിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പാവാം. അവര് അത് നിർവഹിക്കുവാൻ അവർക്ക് കടപ്പെട്ടിരിക്കുന്നു. ഒരവസരത്തിൽ ഞാൻ 1966 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിലാണ് ഞാനിവിടെ സെമിനാരി പഠിച്ചത്. പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ സെമിനാരിയിൽ ചേരുകയായിരുന്നു. അന്നേ ചെറുപ്പം. അന്ന് ഒരു ആശങ്ക ജനിച്ചിരുന്നു. വൈദികർ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ജനത്തോട് അനുവാദം ചോദിക്കുന്ന പല സന്ദർഭങ്ങൾ കുർബാനയോട് ചേർന്നുണ്ട്. അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷകർ ഇങ്ങനെ ചെയ്യുന്നതിൽ അതിന് പാരമ്പര്യമുണ്ടോ, അതിന് അധികാരമുണ്ടോ, എങ്ങനെയോ ഒരു സംശയം. അതുകൊണ്ട് പഴയ സെമിനാരി ചാപ്പലിൽ ഞാൻ 1-ാം വർഷം ആയിരിക്കുന്ന സന്ദർഭത്തിൽ അത് ശുശ്രൂഷകർ ചെയ്യേണ്ടതില്ല എന്നൊരഭിപ്രായം എങ്ങനെയോ വന്നുപെട്ടു. 2-ാം വർഷമാകുമ്പോൾ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത, അന്ന് ടി പോൾ വർഗീസ്, സ്വിറ്റ്സർലൻഡിൽ നിന്ന് WCCയിലെ സെക്രട്ടറിമാരിൽ ഒരാൾ എന്നുള്ള പദവി ഉപേക്ഷിച്ച ശേഷം സെമിനാരിയുടെ പ്രിൻസിപ്പലായി നിയോഗിതനായി. ഫിലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനിയുടെ കാലശേഷം അദ്ദേഹമായിരുന്നു പ്രിൻസിപ്പൽ. ആ സന്ദർഭത്തിൽ അങ്കമാലിയുടെയും ബോംബെയുടെയും മെത്രാപ്പോലിത്തയായി അദ്ദേഹം നിയോഗിതനായല്ലോ. അങ്കമാലിയുടെ മെത്രാപ്പോലിത്ത നിയോഗിതനായ ശേഷം അദ്ദേഹം തൻ്റെ പ്രിൻസിപ്പൽ പദവി ഗ്രിഗോറിയോസ് തിരുമേനിയിലേക്ക്, അന്ന് പോൾ വർഗീസിലേക്ക് കൈമാറുകയായിരുന്നു. അന്ന് വൈദികനാണ് അദ്ദേഹം. ഈ ഒരു സംശയം കണ്ടിട്ട് ഞങ്ങളെ തിരുത്തി. അങ്ങനെയല്ല, ശുശ്രൂഷകൻ്റെ ഷമ്മാശൻ്റെ ധർമ്മങ്ങളിലൊന്നാണ്. ആ ധർമ്മങ്ങളിലൊന്നായ ആ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സഭയുടെ പാരമ്പര്യപ്രകാരം, പുരാതനമായ പാരമ്പര്യപ്രകാരം അത് നിർവഹിച്ചു വരുന്നതാണ്. അതിൽ ആശങ്ക ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആശങ്ക വരുന്നത് ധൂപകലശം എടുക്കുന്ന ശുശ്രൂഷകൻ യഥാർത്ഥത്തിൽ നമ്മുടെ സഭയെ ഒഴിച്ച് മറ്റെല്ലാ ഓർത്തഡോക്സ് സഭകളിലും പൂർണ്ണ ഷമ്മാശന്മാരാണ്. അവർ അൽമായക്കാരായി തന്നെ അവരുടെ ശുശ്രൂഷ നിർവഹിക്കുന്നു. പക്ഷെ അവർ പൂർണ്ണ ഷമ്മാശന്മാരായിട്ടാണ്, വൈദികരാവുന്നില്ല, അത് ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ പൂർണ്ണ ഷമ്മാശൻ എന്നുള്ള നിലയിൽ 2-3 ധർമ്മങ്ങൾ അവർക്ക് നിർവഹിക്കുവാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. വൈദികരാവില്ല, അല്ലാതെയുള്ള ഒരു നിയോഗം പൂർണ്ണ ഷമ്മാശന്മാരായി ആജീവനാന്തം. അവർക്ക് 2-3 ധർമ്മങ്ങൾ നിങ്ങൾ ഇതിനു മുമ്പും കേട്ടു കാണും. അവർക്ക് ഏവൻഗേലിയോൻ വായിക്കാൻ ഉള്ള അധികാരമുണ്ട്, ധൂപകലശം എടുക്കാനുള്ള അധികാരമുണ്ട്, വിശുദ്ധ കുർബാന നൽകുവാനുള്ള അധികാരവും ഉണ്ട്. ഇത് വൈദികരോ കാശിഷമാരോ അല്ലെങ്കിൽ എപ്പിസ്കോപ്പമാരോ അവരെ വിളിച്ച് അങ്ങനെ ഒരു ധർമ്മം ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. ഉചിതമായി അതിനുള്ള ഉചിതമായി അങ്ങനെ ഏൽപ്പിക്കുന്ന സമയത്ത് ഈ ധർമ്മങ്ങൾ ചെയ്യുവാൻ അവർക്ക് അധികാരമുണ്ട്. പക്ഷേ നമ്മളുടെ സഭയിൽ ഇങ്ങനെ ഒരു ധർമ്മം നിർവഹിക്കത്തക്കവണ്ണം പൂർണ്ണ ഷമ്മാശന്മാർക്ക് അങ്ങനെ പട്ടം കൊടുക്കുന്ന പൂർണ്ണ ഷമ്മാശന്മാർ എന്ന നിലയിൽ അവർക്കാണ് ഈ അധികാരമുള്ളത്. ആ അധികാരം ലഭിക്കത്തക്ക നിലയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം പട്ടാഭിഷേക ശുശ്രൂഷയിലൂടെ അങ്ങനെ പൂർണ്ണമായും നൽകപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഓൾട്ടർ സെർവൻസ്, മദ്ബഹായിലെ ശുശ്രൂഷകർ എന്നൊരു
സമറോനോയ്ക്കും താഴെ ഉള്ള ഒരു പദവി പോലെ അങ്ങനെയുള്ളൂ കൈവപ്പിൻ്റെ ശുശ്രൂഷ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാനാവുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അത് മലങ്കര സഭയിൽ വന്നു പോയിട്ടുള്ള, ലോപിച്ചു പോയിട്ടുള്ള, ഇല്ലാതെ വന്നിട്ടുള്ള ഒരു ഓർത്തഡോക്സ് പാരമ്പര്യമാണെന്ന് ഞാൻ ആനുഷംഗികമായി ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അവരിങ്ങനെ ഒരു ധർമ്മം നിർവഹിച്ച് കൈകൾ കഴുകി അനുവാദം ചോദിച്ച് പിന്നീട് ചെയ്യുന്നത് ആചാര്യന് ചേരുന്ന, ആചാര്യൻ അനുവദിക്കുന്ന ചില ശുശ്രൂഷകളാണ് കാശിശന്മാർ. അതാണ് ഈ ശോശപ്പ എടുത്ത് മടക്കുന്നത്. അത് ത്രോണോസിൽ പരികർമ്മിക്കുന്നതിന് വൈദികനോട് ചേർന്ന് ത്രോണോസിൻ്റെ അടുക്കലേക്ക് അടുത്തു വന്ന് പരികർമ്മിക്കുന്നതിൽ ഒരു കാര്യമാണ് ഈ ശോശപ്പ മടക്കുന്നത്. അത് മലങ്കര സഭയിൽ എക്കാലവും നടന്നു വന്നിട്ടുള്ളതാണ്. അടുത്ത കാലത്ത് ഒരു സംശയം വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ കൈകൾ കഴുകി അനുവാദം ചോദിക്കുന്നത് ഒരു ചോദ്യചിഹ്നമായി വന്നു. എന്നാൽ ഈ അടുത്ത സമയത്താണ് അത് ഒന്നുകിൽ കർമ്മമനുഷ്ഠിക്കുന്ന പ്രധാന കാർമ്മികൻ തന്നെ അത് മടക്കി വെക്കുന്നു പെട്ടെന്ന്, അല്ലെങ്കിൽ വൈദികരാരെങ്കിലും അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ അവർ വന്ന് ശോശപ്പ മടക്കി വെക്കും. അങ്ങനെയല്ല ഈ കാര്യങ്ങൾ. അതായത് കൈകൾ കഴുകി ജനത്തോട് അനുവാദം ചോദിച്ച് ശോശപ്പ മടക്കി അത് ഇരിക്കേണ്ട സ്ഥാനത്ത് എടുത്തു വയ്ക്കുന്നതിനും അവ സ്പർശിക്കുന്നതിനും ഉള്ള നിയോഗം നമ്മൾ വീണ്ടും ചുരുക്കിക്കളയുന്നത് ഈ സ്ഥാനത്തെ നമ്മൾ കുറച്ച് കാണുകയാണ്. അതുകൂടെ ആവുമ്പോൾ ഏതാണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്നുള്ള ആശങ്ക പൊതുവെ ഞാൻ പങ്കുവയ്ക്കുകയാണ്. അത് നമ്മളുടെ പാരമ്പര്യത്തിൽ ചേർന്നതല്ലെന്ന് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ പോലെയുള്ള സഭയുടെ വിശ്വാസവും അനുഷ്ഠാനങ്ങളും ആഴമായി പഠിച്ചിട്ടുള്ള പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണെന്നും ഈ അവസരം ഞാൻ ചേർത്ത് വയ്ക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യ പ്രഭാഷണമായതുകൊണ്ടാണ് ഈ വേദഭാഗത്തിലേക്ക് ഞാൻ പ്രത്യേകമായി കടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ 26-ാം സങ്കീർത്തനം വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷമുള്ള പ്രത്യേകമായ സമാപന ശുശ്രൂഷയുണ്ട്. വൈദികരും മദ്ബഹായിലുള്ള പ്രധാന ശുശ്രൂഷകരും അല്ലെങ്കിൽ ശുശ്രൂഷകരും ചേർന്ന് നടത്തുന്ന ശുശ്രൂഷയെ, മദ്ബഹായിൽ നടത്തുന്ന കുർബാനയുടെ ശുശ്രൂഷയെ നമുക്ക് മൂന്നായി തിരിക്കാമെങ്കിൽ, ഒരുക്ക ശുശ്രൂഷ അല്ലെങ്കിൽ തൂയോബയുടെ സന്ദർഭത്തിൽ ഷമ്മാശനോ അല്ലെങ്കിൽ ശുശ്രൂഷകനോ, നമ്മൾ വിളിക്കുന്ന ശുശ്രൂഷകനോ പ്രധാന ശുശ്രൂഷകനായിരിക്കും ഏറിയ പങ്കും. പ്രധാന ശുശ്രൂഷകനോ അല്ലെങ്കിൽ ശുശ്രൂഷകരോ വൈദികനോടൊപ്പം തൂയോബയുടെ സന്ദർഭത്തിൽ മദ്ബഹായോട് ചേർന്ന് നിൽക്കുന്നു. മദ്ബഹായിൽ നിൽക്കുന്നു, ബലിപീഠത്തോട് ചേർന്ന് നിന്ന് കാശീഷയെ സഹായിക്കുന്നു, പട്ടക്കാരനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഒരുക്ക ശുശ്രൂഷ. പിന്നീട് വിശുദ്ധ കുർബാന അനന്തരമുള്ള കുർബാനയുടെ പരസ്യമായ ശുശ്രൂഷയ്ക്ക് ശേഷമുള്ള ആ ശുശ്രൂഷയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇംഗ്ലീഷിൽ പോസ്റ്റ് കമ്മ്യൂണിയൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഞാനതിനെ കുർബാനാനന്തരം എന്ന് വിളിക്കുന്നില്ല. അതിനെ കുർബാനയുടെ തന്നെ ആദ്യത്തേത് ഒരുക്ക ശുശ്രൂഷയും രണ്ടാമത്തെ ഏറ്റവും ഒടുവിലുള്ളത് സമാപന ശുശ്രൂഷയുമാണ്. ഒരുക്ക ശുശ്രൂഷയും സമാപന ശുശ്രൂഷയും നടത്തുമ്പോൾ മദ്ബഹായിലുള്ള പ്രധാന ശുശ്രൂഷകനും മറ്റുള്ളവരും ചേർന്ന് പ്രധാന കാർമ്മികനോടൊപ്പം ഉണ്ടാവും. ഉചിതമായ ധർമ്മങ്ങൾ ഓരോരുത്തരും നിർവഹിക്കുന്നു എന്നുള്ളതും ഈ അവസരം പ്രത്യേകം ഓർക്കുന്നു. 3 സങ്കീർത്തനങ്ങൾ
ഈ സമാപന ശുശ്രൂഷയുടെ സന്ദർഭത്തിൽ ചൊല്ലുന്നുണ്ട് 3 സങ്കീർത്തനങ്ങൾ. ഒന്ന് 23-ാം സങ്കീർത്തനമാണ്. അതിപ്പോൾ സേലുൻ ബശ്ലോമ കഴിഞ്ഞ ശേഷം, മറയിട്ട ശേഷം മദ്ബഹായിൽ നിന്ന് അത് ചൊല്ലി തുടങ്ങും, അല്ലെങ്കിൽ ഏറ്റുചൊല്ലത്തക്കവണ്ണം അത് ക്രമീകരിക്കുന്നത് നമ്മൾ പൊതുവായി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. എങ്കിലും എല്ലായിടത്തും ഇല്ല. 23-ാം സങ്കീർത്തനം, 26-ാം സങ്കീർത്തനം, 28-ാം സങ്കീർത്തനം, ഈ 3 സങ്കീർത്തനങ്ങൾ ചൊല്ലുന്നുണ്ട് ഈ സമാപന ശുശ്രൂഷയിൽ. ഏറിയ പങ്കും അത് രഹസ്യ രൂപത്തിലാണ് അത് ചൊല്ലുന്നതെന്നും ഈ 3 സങ്കീർത്തനങ്ങളും ചൊല്ലുന്നതെന്നും നമുക്ക് അറിവുള്ളതാണ്. ആ സന്ദർഭത്തിൽ ഈ സമാപന ശുശ്രൂഷയുടെ ഭാഗമായി തന്നെ ശുശ്രൂഷകർ മറ്റ് ഗാനങ്ങൾ ചൊല്ലുന്നതും നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതിലേക്ക് വിശദമായി ഞാൻ പോകുന്നില്ല. എങ്കിലും ഈ കൈകൾ കഴുകുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ അത് വൈദികൻ, പ്രധാന കാർമ്മികൻ ചൊല്ലുന്ന ഒരു സങ്കീർത്തനമാണ് 26-ാം സങ്കീർത്തനം. ആ 26-ാം സങ്കീർത്തനത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്, ആ ചൊല്ലുന്നതാണ് ഇന്നത്തെ പ്രധാന വിഷയമായി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതും. എന്നാൽ അത് ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം ഈ കൈകൾ കഴുകുന്ന കർമ്മം അത് പ്രതീകാത്മകമായ ഒരു കാര്യമാണ്. അതിന് വിശാലമായ അർത്ഥമുണ്ട്. ആ അർത്ഥബോധം കാശിഷ്യന്മാർക്ക് മാത്രമല്ല, സമാപന ശുശ്രൂഷയിൽ വൈദികർക്ക് മാത്രമല്ല, കുർബാന മധ്യേ കൈകൾ കഴുകി ജനത്തോട് അനുവാദം ചോദിച്ച് വൈദികനെ പോലെ തന്നെ ശുശ്രൂഷയിൽ ഒരു പ്രധാനപ്പെട്ട കർമ്മം നിർവഹിക്കുന്ന ശുശ്രൂഷകരും ഇത് ചേരും എന്നുള്ളത് ഈ അവസരം ഞാൻ അടിവരയിടുന്നു. ഞാൻ എൻ്റെ കൈകൾ, യഹോവേ, ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകൾ കഴുകുന്നു, ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകൾ കഴുകുന്നു. ഈ വേദഭാഗത്തു നിന്ന് ഈ കൈകൾ കഴുകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ സങ്കീർത്തനത്തിൽ തന്നെ എന്താണെന്നും എങ്ങനെ ആയിരിക്കണമെന്നും, കുറ്റമില്ലായ്മയിൽ ഞാൻ എൻ്റെ കൈകൾ കഴുകുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് എന്താണ്, എങ്ങനെയാണെന്ന് ഈ സങ്കീർത്തനത്തിൽ തന്നെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. വേദപുസ്തകം സാധാരണഗതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളവർ കൈപൊക്കാൻ ഞാൻ പറയുന്ന പതിവുണ്ട്. പക്ഷേ ഇപ്പം ഞാനത് പറയുന്നില്ല. പറയണോ? ശുശ്രൂഷകരായിട്ട് വന്നിട്ടുള്ളവർ, വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർ കൈപൊക്കാൻ പറയണോ ഞാൻ? എന്നാൽ വേദപുസ്തകം ഒന്ന് എടുത്തോ, 26-ാം സങ്കീർത്തനം എടുത്തോ. നിങ്ങൾ എടുത്ത് കണ്ടില്ല, അതുകൊണ്ടും കൂടെയാണ് നിങ്ങൾ കുറേയേറെ പേർ കൊണ്ടുവന്നിട്ടുണ്ട്. സന്തോഷം. 26-ാം സങ്കീർത്തനം എടുത്ത് 7-ാം വാക്യം, 7-ാം വാക്യത്തിൻ്റെ ആദ്യ വരി മാത്രമാണ് നമ്മളുടെ ചിന്താവിഷയം. ഒന്ന് ഉറക്കെ വായിക്കാമോ? ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. അതിനടുത്ത് തൊട്ട് വാചകം, യഹോവേ, ഞാൻ നിൻ്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. ഇല്ലേ? അത് നമ്മളത് ചെയ്തതാണ് അല്ലേ? ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. അങ്ങനെയാണ് ഞാൻ നിൻ്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നത്. യാഗപീഠം ഒരേ സമയം സിംഹാസനവും ദൈവസിംഹാസനവും യാഗപീഠവും കൂടെയാണ്, അല്ലെങ്കിൽ ബലിപീഠവും കൂടെയാണ്. നമുക്കതറിയാമല്ലോ. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരേ സമയം ദൈവസിംഹാസനമാണ്, അതേ സമയം തന്നെ അത് യാഗാർപ്പണത്തിനുള്ള വേദിയുമാണ്. യാഗപീഠവും അല്ലെങ്കിൽ ബലിപീഠവും കൂടെയാണ്. ഞാൻ നിൻ്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. മദ്ബഹായിലേക്ക് പ്രവേശിച്ച്, ദൈവമേ, നിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. സ്വർഗസ്ഥനായ രാജാവേ, നിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ ഞാൻ വന്നിച്ചു. സിംഹാസനത്തിൽ, അതാണ് സിംഹാസനം വന്നിച്ചു. നിനക്ക് വിരോധമായ ഞാൻ ചെയ്ത സകല പാപങ്ങളും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ യാഗപീഠത്തെ വലം വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും അതിനനുസരണമായി
നമ്മൾ നടത്തുന്നുണ്ട്. ശുശ്രൂഷക്കുപ്പായി വിടുന്നതിന് മുമ്പെയുള്ള പ്രാർത്ഥന നമ്മൾ ആ സമയത്ത് ചൊല്ലും. മദ്ബഹായിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള എൻ്റെ ബലിപീഠത്തെങ്കിലേക്കും എൻ്റെ പൈതൽ പ്രായത്തെ സന്തോഷം ദൈവത്തിൻ്റെ ബലിപീഠത്തെങ്കിലേക്കും ഞാൻ ചെല്ലുന്നു. അത് നമുക്കേവർക്കും അറിയാവുന്നതാണ്. ആ പ്രാർത്ഥനകൾ അർത്ഥബോധത്തോടെ ചൊല്ലി ബലിപീഠത്തിൻ്റെ മുമ്പിൽ, സിംഹാസനത്തിൻ്റെ മുൻപിൽ നമിച്ച് മുത്തി. ഇപ്പോഴങ്ങനെ നമിച്ചു മുത്തുന്നുണ്ടോ? ഈ ഇടയ്ക്ക് ഒരു വല്യച്ഛൻ ചെയ്യുന്നത് കണ്ടു. ഇങ്ങോട്ട് മദ്ബഹായിലേക്ക് കയറി വന്ന് പ്രാർത്ഥന ചൊല്ലുന്നതായിട്ട് തോന്നിയില്ല. ഇങ്ങനെ ചൊല്ലുക. ഇത് വല്യച്ഛൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞു പോയതാ. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ലല്ലോ. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായല്ലോ. ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ വല്യച്ഛന്മാരായാലും ഞാൻ വിളിച്ചു വരുത്തും, ഒന്ന് മുത്തിയിട്ട് വരാൻ പറയും. ശുശ്രൂഷകരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരിക്കും. എന്തു പറഞ്ഞിരിക്കും? ഒന്ന് പോയി മുത്തിയിട്ട് വാ, തമ്പുരാൻ അതാ ഇഷ്ടം. ബലിപീഠത്തിൻ്റെ മുമ്പാകെ ഞാൻ വന്നിച്ചു. നിൻ്റെ യാഗപീഠത്തിൻ്റെ കോണുകൾ മുത്തി അതിന് വലം വെച്ച് വരുമ്പോൾ അതിൻ്റെ അർത്ഥം, ആ അർത്ഥബോധമുണ്ടാക്കുന്ന ഒരുക്കം, ആ അർത്ഥബോധം ഗ്രഹിച്ചുകൊണ്ട് ഒരുക്കത്തോടെ ചെയ്യുമ്പോഴുണ്ടാകുന്ന അനുഭവം അത് വേറൊന്നാണ്. അനുഷ്ഠാനം അർത്ഥബോധത്തോടെയും ഒരുക്കത്തോടെയും ചെയ്യുന്ന പക്ഷം അനുഭവം ഉണ്ടാവും. അങ്ങനെ അനുഭവമുണ്ടാകാതെ ഇതൊക്കെ അങ്ങ് നടത്തിപ്പോവുകയാണെങ്കിൽ ഇതൊക്കെ അർത്ഥമില്ലാത്തതും ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുത്താത്തതും അനുഭവങ്ങൾ ഉണ്ടാക്കാത്തതുമായ കർമ്മ ജഡിലമായ ചില കാര്യങ്ങൾ മാത്രമായി വരുവുള്ളൂ. ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ആരായിരുന്നാലും അത് പ്രധാന മേലധ്യക്ഷനും വൈദികനും ശുശ്രൂഷകരാരായിരുന്നാലും അവർക്കെല്ലാം ഇത് പ്രസക്തമാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഈ കർമ്മങ്ങൾ, ഈ അടിസ്ഥാനപരമായ ഈ അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ അടിസ്ഥാനപരമായ അനുഷ്ഠാനങ്ങൾ മേൽപ്പട്ടക്കാരൻ ഉള്ളത് തന്നെയാണ് വൈദികനും. വൈദികനും മേൽപ്പട്ടക്കാരനും വൈദികനും ഉള്ളത് തന്നെയാണ് പ്രധാന ശുശ്രൂഷകനും മറ്റ് ഏത് ശുശ്രൂഷകർക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ ഇവിടെ പ്രത്യേകം പറയും, ഞാൻ എൻ്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. എങ്ങനെ വലം വയ്ക്കുന്നു? ഞാൻ എൻ്റെ കൈകൾ കുറ്റമില്ലായ്മ ഞാൻ എൻ്റെ കൈകൾ വെടിപ്പാക്കി. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഒരുക്കം നമ്മൾ പ്രത്യേകം ഉണ്ടാവേണ്ടതാണ്. നമ്മളുടെ സഭയിൽ സുറിയാനി പാരമ്പര്യത്തിൽ മാത്രമാണ് ഇത്രയധികം വിശുദ്ധ കുർബാനാനുഷ്ഠാനത്തിൻ്റെ ഒരുക്കം. അത് സുദീർഘമായ ഒരു ഒരുക്കം. അതോടൊപ്പം തന്നെ ഏതാണ്ട് അത്രയും വരില്ലെങ്കിലും ശരിക്ക് സമയമെടുത്ത് നിർവഹിച്ചാൽ വളരെ പ്രധാനമായിട്ടുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള സമാപന ശുശ്രൂഷയും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. മറ്റു സഭകളിലെല്ലാം ഒരിക്കലും ഇത്രയും ദീർഘമായ കർമ്മ അനുഷ്ഠാനങ്ങൾ ഒരുക്ക ശുശ്രൂഷയായും സമാപന ശുശ്രൂഷയായും കാണുന്നില്ല. അത് ഒരുപാട് അർത്ഥമടങ്ങിയിട്ടുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്. അത് സുറിയാനി പാരമ്പര്യത്തിൻ്റെ ഏറ്റവും അതിവിശിഷ്ടമായ ശ്രേഷ്ഠമായ ഒരു 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 സംഭാവനയാണ്. അതിൽ സംബന്ധിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും വിളിക്കപ്പെട്ടവരാണ്, നിയോഗിതരാണ് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുന്നത്. ഇതിനോട് ചേർത്ത് പറയുകയാണ്, ഇത് ഒരു ജോലിയാണോ? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചിന്തിച്ചു നോക്കിക്കേ. കുറ്റമില്ലായ്മയിൽ ഞാൻ എൻ്റെ കൈകൾ കഴുകുന്നു. എൻ്റെ ബലിപീഠത്തിൻ്റെ യാഗപീഠത്തെ ഞാൻ യഹോവേ എൻ്റെ യാഗപീഠത്തെ അങ്ങനെയാണ് ഞാൻ വലം വയ്ക്കുന്നത്. ഇതൊരു ജോലിയാണോ? ഇതൊരു ജോലിയാണോ? ഇതൊരു ശുശ്രൂഷയാണ്.
ദൈവത്തിന് നൽകുന്ന ശുശ്രൂഷ, ദൈവമക്കൾക്ക് വേണ്ടി ദൈവമക്കളുടെ പ്രതിനിധികളായി ചെയ്യുന്ന ശുശ്രൂഷ. ആരുടെ? ശുശ്രൂഷകരുടെ മാത്രമോ? അല്ല. ശുശ്രൂഷകർ മുതൽ മേൽപ്പട്ടക്കാരൻ വരെയുള്ള, മേൽപ്പട്ടക്കാരൻ്റെ ഉള്ളിൽ ഏത് സ്ഥാനിയായിരുന്നാലും ഈ സ്ഥാനികൾക്ക്, മദ്ബഹായിൽ പ്രവേശിക്കുന്ന എല്ലാ സ്ഥാനികൾക്കും ഇത് അടിസ്ഥാനപരമായ പ്രമാണമാണ്. കുറ്റമില്ലായ്മയിൽ ഞാൻ എൻ്റെ കൈകളെ കഴുകുന്നു എന്നുള്ളത്. രണ്ടാം വാക്യത്തിൽ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. 11-ാം വാക്യത്തിൽ ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും. നിഷ്കളങ്കത, കുറ്റമില്ലായ്മ, നിഷ്കളങ്കത, ഇത് 3 വാക്യങ്ങളിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇത് ചൊല്ലുന്ന കാശീശയെ സംബന്ധിച്ചത്, അതുപോലെ തന്നെ റീഷ് കൊഹനോയെ സംബന്ധിച്ചും, പ്രധാന മേൽപ്പട്ടക്കാരനെ സംബന്ധിച്ചും ഇത് ശരിയാണ്. പട്ടക്കാരനെ സംബന്ധിച്ചും മേൽപ്പട്ടക്കാരനെ സംബന്ധിച്ചും ശരിയാണെങ്കിൽ ഇത് ശുശ്രൂഷകരെ സംബന്ധിച്ചും ഇത് ശരിയാണ്. അതുകൊണ്ടാണ് എന്ന് ഞാൻ പറയും ഈ വിഷയം പ്രത്യേകമായി സവിശേഷമായി നിങ്ങളുടെ ചിന്തയ്ക്കായി ഈ വർഷത്തെ സംഗമത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഞാൻ ചേർത്ത് പറയും. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും. എങ്ങനെ എന്ന ചോദ്യം, അതിന് ഉത്തരം 3-4 കാര്യങ്ങളായി ഇവിടെ പറയുന്നുണ്ട്. 9-10 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 9-10 വാക്യങ്ങൾ. പാപികളോടുകൂടെ എൻ്റെ പ്രാണനെയും രക്തപാതകന്മാരോടുകൂടെ എൻ്റെ ജീവനെയും സംഹരിച്ച് കളയരുതേ. പിന്നീട് അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട്, അവരുടെ വലം കൈ കോഴ നിറഞ്ഞിരിക്കുന്നു. ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും. അതിനു മുമ്പായി 3-ാം വാക്യത്തിൻ്റെ 3-ാം വാക്യം, നിന്റെ ദയ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. അതിനുശേഷമുള്ള 2, 3, 4 കാര്യങ്ങളുണ്ട്. 4 കാര്യം എൻ്റെ നടപ്പിനെ സംബന്ധിച്ച, എൻ്റെ കൂട്ടുകെട്ടിനെ സംബന്ധിച്ച. നമ്മളുടെ ഓരോരുത്തരുടെയും നടപ്പും കൂട്ടുകെട്ടും വളരെ പ്രധാനമാണ്. നീ നിഷ്കളങ്കതയിൽ നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണമെങ്കിൽ നിൻ്റെ നടപ്പ് നീ പരിശോധിച്ചു കൊള്ളണം. നിൻ്റെ കൂട്ടുകെട്ട് നീ വളരെ ശ്രദ്ധയോടുകൂടെ ക്രമീകരിച്ചു കൊള്ളണം. കൂട്ടുകെട്ട് എന്തുവാ? ഒന്ന് വായിച്ചത്. 4 കാര്യങ്ങളുണ്ട്. 9-ാം വാക്യം വായിച്ചേ, ഉറക്കെ വായിച്ചേ. പാപികളോടുകൂടെ ഞാൻ എൻ്റെ പ്രാണനെയും, അല്ലല്ല 4-ാം വാക്യം, 4-ാം വാക്യത്തിലാണ്. സോറി 4-ാം വാക്യത്തിൽ അല്ല, ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കയില്ല. അല്ല, അതിനു മുമ്പുണ്ട്. 3-ാം വാക്യത്തിൻ്റെ ഉണ്ട്. വ്യർത്ഥന്മാരോട്, 4-ാം വാക്യം തന്നെ, വ്യർത്ഥന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല. 2, കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടില്ല. ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു. ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയുമില്ല. ചില പള്ളികളിലെങ്കിലും ഇത്തരത്തിലുള്ള കൂട്ടുകെട്ട് ഇന്നത്തെ രീതിയിലാണെങ്കിൽ ഈ കൂട്ടുകെട്ടിൻ്റെ കൂടെ ഒരു വാചകവും കൂടെ ചേർക്കത്തില്ലായിരുന്നോ? പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അന്തരീക്ഷം ഒരു വാചകവും കൂടെ ചേർക്കും. എന്തുമായിരിക്കും അത്? ഒന്ന് പറഞ്ഞേ. നിങ്ങൾ മൊബൈൽ അത് പോട്ടെ, ഞാൻ കൂട്ടുകാരുടെ കാര്യമാണ് പറയുന്നത്, കൂട്ടുകെട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. കൂട്ടുകെട്ടിൽ കപടക്കാരുണ്ട്, ദുഷ്പ്രവർത്തിക്കാരുണ്ട്, ദുഷ്ടന്മാരുണ്ട്, വ്യർത്ഥന്മാരുമുണ്ട്. ഒന്നുകൂടെ പറ. അല്ല, അത് പിന്നെ ഇച്ചിരി ഈ പിള്ളേരുടെ കാര്യത്തിലോട് ചേർത്ത് പറഞ്ഞാൽ മതി. രണ്ടും കൂടെ ചേർത്ത് ഒരു വാചകം പറയാം. എന്തുവാ? അത് പറയുന്നില്ല, അതിൻ്റെ കുഴപ്പം. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുവത്തോടെ പറയാം. എന്തുവാ അത്? മദ്യപരോടുകൂടെ ഞാൻ
കൂട്ടുകൂടിയിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, മദ്യപിക്കുന്ന പ്രധാന ശുശ്രൂഷകരുണ്ടോ? മദ്യപിക്കുന്ന ശുശ്രൂഷകരുണ്ടോ? രാസലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരായ സ്കൂളുകളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ശുശ്രൂഷയ്ക്ക് വരുന്നുണ്ടോ? ഇല്ലെന്ന് ഇതുവരെ പറഞ്ഞതായിട്ട് ഞാൻ എൻ്റെ ചെവിയോട് കേട്ടില്ല. ഇപ്പം ഉണ്ടോന്നാ ചോദ്യം. ശുശ്രൂഷകരിൽ കുഞ്ഞുങ്ങളാണെങ്കിൽ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ? 2, മുതിർന്ന ആളുകളുടെ ഇടയിൽ ഇപ്പോഴും മദ്യപിക്കുന്നവർ മദ്ബഹായിൽ കയറുന്നുണ്ടോ? മദ്യപിച്ചുകൊണ്ട് കയറുന്നെന്ന് ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ അങ്ങനെ പറയേണ്ടി വരുമായിരിക്കും, അത് നിങ്ങളുടെ അനുഭവം. മദ്യപിക്കുന്നവർ കണ്ടോ, നിങ്ങളൊരു പച്ചച്ചിരിയാണ് ചിരിക്കുന്നത്. മദ്യപിക്കുന്നവർ മദ്ബഹായിൽ കയറുന്നുണ്ടോ എന്നാ ചോദ്യം. കേട്ടോ, ഇല്ലാന്ന് തീർത്തൊന്നും നിങ്ങൾ പറഞ്ഞില്ല. അല്ല സഹോദരങ്ങളെ, ഇതൊരു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിക്കാൻ പറയുന്നതല്ലല്ലോ. അതിനകത്തൊരു തീർച്ചയായും കാലികമായി ഈ സങ്കീർത്തനത്തെ കാലികമായി നമ്മൾ ചേർക്കുമ്പോൾ ഈ 4 5-ഒന്നുകൂടെ മദ്യവും രാസലഹരി വസ്തുക്കളും അതും കൂടെ ചേർക്കണം എന്നുള്ളത് യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള അറിവുകൾ മെത്രാപ്പോലീത്തമാരായ ഞങ്ങൾക്കുണ്ട്, വൈദികരായ ഞങ്ങൾക്കും അങ്ങനെയുണ്ട് എന്ന് മറക്കാൻ പാടില്ല. മാന്യത കൊണ്ട് മാന്യത പാലിക്കാൻ ഒരു പക്ഷേ വൈദികരും മേൽപ്പട്ടക്കാരും മൗനമായിരുന്നു എന്ന് വരും. പക്ഷെ അത് ദൈവസന്നിധിയിൽ ചോദ്യം ചെയ്യപ്പെടും. ഒരുക്കമില്ലായ്മ നമ്മളുടെ അനുഷ്ഠാനത്തെ ബലഹീനമാക്കും, അർത്ഥമില്ലാത്തതാക്കും. ഒരിക്കലും അത് അനുഭവം തരികയുമില്ല എന്ന് ഈ അവസരം പ്രത്യേകം നാം ഓർത്തുകൊള്ളണം. ഈ വേദഭാഗത്തെ സംബന്ധിച്ച് ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും. ഞാൻ ബന്ധപ്പെട്ട് എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരായി കരുതുന്ന എൻ്റെ സ്നേഹിതർ വ്യർത്ഥരാവില്ല, വ്യർത്ഥന്മാരാവില്ല, ദുഷ്ടന്മാരാവില്ല, ദുഷ്പ്രവർത്തിക്കാരാവില്ല. മദ്യപാനം ഉപയോഗിക്കുന്നവരോ രാസലഹരിക്ക് അടിമകളോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവരോ ഒരിക്കലും ആയിരിക്കുകയില്ല. അങ്ങനെ ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകൾ ഞാൻ കഴുകും. ഞാൻ നിഷ്കളങ്കനായി നടക്കും. ഈ സംഗമത്തിൽ വന്ന് സംബന്ധിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ദൗത്യം ഏറ്റവും സുപ്രധാനമാണെന്ന് ഓർത്തിരിക്കണം. ഒരു കാര്യവും കൂടെ ചേർത്ത് പറയണം, നമ്മളുടെ ദൗത്യത്തിൽ ചേർത്ത് പറയേണ്ടതാണ്. നമുക്ക് സവറോനോ ഉണ്ട്, ഗായകരുണ്ട്, കോറൂയോ ഉണ്ട്, വായനക്കാർ എന്നുണ്ട്. യൗപതിയാക്കനോ വിളക്ക് തെളിയിക്കുന്നവരും വാതിൽ കാവൽക്കാരും, അതാണ് അവരുടെ ധർമ്മം. യൗപതിയാക്കനോ ഉപ്പു ഷമ്മാശന് തൊട്ട് താഴെയുള്ളത്. സമറോനോ ഗായകർ. രണ്ടാമത് പറഞ്ഞത് എന്താ? കോറൂയോ വായനക്കാർ. മൂന്നാമത് പറഞ്ഞത് എന്താ? യൗപതിയാക്കനോ ഉപ്പോ ഷമ്മാശൻ തൊട്ട് താഴെ, ഉപഷമ്മാശൻ എന്ന് മലയാളത്തിൽ പറയാം. അതിൽ വിളക്ക് തെളിയിക്കുകയും വാതിൽ കാക്കുകയും ചെയ്യുന്നതാണ് അവരുടെ ധർമ്മം. പൂർണ്ണശമ്മാശൻ്റെ ധർമ്മങ്ങൾ പ്രധാനമായും 3 ഞാൻ പറഞ്ഞു. ഏതൊക്കെയാ? ധൂപകലശം, ധൂപാർപ്പണം, പിന്നെന്താ? ഏവൻഗേലിയോൻ വായന, വിശുദ്ധ കുർബാന കൊടുക്കുന്നത്, നൽകുന്നത്. പൂർണ്ണശമ്മാശന്മാർ ഇപ്പോഴും പ്രത്യേകിച്ച് പെസഹ വ്യാഴാഴ്ച വൈദികരോട് ചേർന്ന് സെമിനാരിയിൽ നിന്ന് പൂർണ്ണശമ്മാശന്മാരെ കൊണ്ടുപോയി വലിയ ഇടവകകളിൽ സഹായിക്കാനായി വിശുദ്ധ കുർബാന കൊടുക്കാനായി കൊണ്ടുപോയിട്ടുള്ളത് എനിക്ക് നല്ല ഓർമ്മയാണ്. കോരുതമൽപ്പാനച്ചൻ ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അത് വടവുകോട് അന്ന് വലിയ ഇടവകയായിരുന്നു, ഇവിടെയുള്ള ഷമ്മാശന്മാരെ അവിടെ കൊണ്ടുപോയി കുർബാന കൊടുക്കുന്നത് അന്നുണ്ടായിരുന്നു എന്ന് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അതിനുശേഷവും ഉണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഈ വലിയ ധർമ്മങ്ങൾ, ഈ ധർമ്മങ്ങളെല്ലാം ഒരു ഗായകൻ
ഒരു പ്രധാന ശുശ്രൂഷകരും പള്ളിയിൽ ഗാനങ്ങൾക്ക് ആദിയിടുന്നവരാണ്. അതുപോലെ തന്നെ ആദിയിട്ട് ഗാനങ്ങൾ ആലപിക്കുന്നവരാണ്. അതുപോലെ തന്നെ അവർ ശ്ലീഹ വായന, പഴയ നിയമ വായന, ശ്ലീഹ വായന, ഇടവായന ഇതെല്ലാം നടത്തുന്നവരാണ്, വായനക്കാരാണ്, കോറുയോയും കൂടെയാണ്. അതുപോലെ തന്നെ വിളക്ക് തെളിയിക്കുന്നതും ഇതെല്ലാം സൂക്ഷിച്ച് നടക്കുന്നതും നോക്കുന്നതും ശുശ്രൂഷകർ തന്നെയാണ്. പ്രധാന ശുശ്രൂഷകൻ മാത്രമല്ല, ചില പള്ളികളിൽ പ്രധാന ശുശ്രൂഷകൻ ഇതെല്ലാം ചെയ്യേണ്ടി വരും. മറ്റു ചില പള്ളികൾ അങ്ങനെയല്ല. മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും കൂടെ ചേർന്ന് അനുഗ്രഹകരമായ ശുശ്രൂഷ ചെയ്യുന്നതായി കാണുവാനും ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ സമറോനോ ഓറൂയോ യൗഫദിയാഖിനോ ശംഷോനോ ഈ 4 പേരുടെ ധർമ്മങ്ങൾ മുഴുവനും ഇന്ന് പ്രായോഗികമായി ശുശ്രൂഷക സംഘത്തിൽ ചേർന്ന് വരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കുമ്പോൾ നമ്മളുടെ ധർമ്മം, നമ്മളുടെ ശുശ്രൂഷ വളരെ പ്രധാനമാണെന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. ഗായക സംഘം, ഗാനം ചെയ്യുന്നത് നമ്മളിപ്പോൾ സാധാരണ കാണുന്നത് 1 to 1 എന്ന് പറഞ്ഞാൽ എന്തുവാ? 1 to 1, ഒരു മൈക്ക്, ഒരു ശുശ്രൂഷകൻ. ഒരാൾ അങ്ങ് നിന്ന്, ഒരു ശുശ്രൂഷകൻ നിന്നൊരു മൈക്കെടുത്ത് മുമ്പിൽ വെച്ച് ആദ്യമിട്ട് കൊടുക്കണം. ആദ്യമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൈക്കിൽ നിന്ന് ഒരല്പം ഒന്ന് അകന്ന് നിൽക്കണം. അതിന് മദ്ബഹായിൽ തന്നെ അതിന് സവിശേഷമായ ആലാപന സിദ്ധിയുള്ള കുഞ്ഞുങ്ങളെ 3-4 പേര് ഒന്നിച്ച് നിർത്തി. എന്തുകൊണ്ട് മദ്ബഹായിൽ തന്നെ അങ്ങനെ ഒരു ചെറിയ ഒരു സംഘത്തെ രൂപീകരിച്ചുകൂടാ? തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. പക്ഷേ മറ്റ് നന്നായി പാടുന്ന ശുശ്രൂഷകരുണ്ടെങ്കിലും ഒരാൾ ഒരു മൈക്കെടുത്ത് അങ്ങ് പാടുകയാണ്. ചിലയിടത്താണെങ്കിൽ ആ സോളോ, ആദ്യത്തെ 4 പേര് ആ സോളോ ആ ഒരാൾക്ക് മാത്രം അവകാശമുള്ളതുപോലെ. പിന്നെ ബാക്കിയുള്ള ശുശ്രൂഷകർ മിക്കവാറും മിണ്ടാതിരിക്കും, താഴെയുള്ളവർ ചൊല്ലും. പിന്നെ ഗായക സംഘം ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. ഞാൻ പറയും, ഗായക സംഘമായിരുന്നാലും ശുശ്രൂഷക സംഘമായിരുന്നാലും പാടുന്നത് കോറൽ ആയിരിക്കണം. ഒരു കോറസായിട്ട് പാടാൻ സഹായിക്കണം. കോറൽ ആൻഡ് കോൺഗ്രിഗേഷണൽ എന്ന് ഞാൻ പറയും. കോറൽ ആൻഡ് കോൺഗ്രിഗേഷണൽ. ഒന്ന് തുടങ്ങി, അപ്പോൾ വേറൊരാൾ പകുതിയായി, മൂന്നാമത്തെ ആൾ ഒടുവിലായി. അതുകൊണ്ടാണ് ഇതൊരു ആലാപനം, ഒരു സംഘ ആലാപനമായി. അതിനാണ് കോറൽ എന്ന് പറയുന്നത്. ഒരു കോറസായിട്ട് പാടുന്ന ഒരു അനുഭവം ഉണ്ടാവണം. ഒരിക്കലും ഒരു സിംഗിൾ വോയിസായി വരാൻ പാടില്ല. ആദ്യം ഇടുന്നത് വേണമെങ്കിൽ അങ്ങനെയാകാം, നിർബന്ധമൊന്നുമില്ല. പ്ലാൻഡ് ആണെങ്കിൽ, ട്രെയിൻഡ് ആണെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ വിപ്ലവകരമായ മാറ്റമായിരിക്കും. ഇന്ന് വന്നിരിക്കുന്ന ഗാനാലാപത്തിന് വന്നിരിക്കുന്ന മൂല്യശോഷണം ഒരിക്കലും പൊറുക്കാനാവാത്തത് ഞാൻ പറയും. പൊറുക്കാനാവാത്ത തരത്തിലുള്ളതാ. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ വിഷമിക്കുക. ഞാൻ ഈയിടയ്ക്ക് ഒരു പെരുന്നാൾ ഒരു പള്ളിയിൽ പോയി, ഒരച്ഛൻ വന്നു. അതുവരെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, മൈക്ക് ഉപയോഗിക്കുന്ന ഒരല്പം ഒന്ന് അകറ്റിപ്പിടിച്ച് നന്നായിട്ട് പാടുന്നു കുഞ്ഞുങ്ങൾ, സ്ത്രീകളും പാടുന്നു, ശുശ്രൂഷകരും പാടുന്നു. അത് നന്നായിട്ട് പോയിക്കൊണ്ട് ഒരു അച്ഛൻ കയറി വന്നു. ചില പാട്ടുകാരനൊരു അച്ഛൻ, സാമാന്യം ദൈവശാസ്ത്രത്തിൽ വിവരമുള്ള ഒരച്ഛൻ വന്നു. അദ്ദേഹം പിന്നെ ഈ ബൈക്കെടുത്തിട്ട് അദ്ദേഹം സോളോ ചൊല്ലാൻ തുടങ്ങി. സോളോ എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? അദ്ദേഹം തന്നെ അങ്ങ് പാടുകയാണ്. അത് പാടുന്നത് എങ്ങനെയാ? നിറത്തിൽ പാടുക, 8ാം നിറം ഉപയോഗിച്ച് അങ്ങ് പാടുകയാണ്. 8ാം നിറം ഉപയോഗിച്ച് പാടുകയാണ്. മോശജമ ചോര പേടക ദൃഷ്ടാന്തം അറിയാമേ ശ്ലോമോ ജീവ. ഞാൻ ദുയോപ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
കുറച്ച് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് വന്ന സമയം മുതൽ തുടങ്ങിയതായി പരിപാടി. ഞാൻ ചോദിച്ചോട്ടെ, അവിടെ ഞാൻ പള്ളിയിൽ ചെല്ലുന്നതിന് മുമ്പേ തന്നെ ഒരു 10-20 ആളുകളെല്ലാം വന്നു കഴിഞ്ഞു. ഞാൻ കൃത്യസമയത്തിന് 15 മിനിറ്റ് മുമ്പേ ചെന്നപ്പോഴും ആളുകളെല്ലാം വന്നു കഴിഞ്ഞു. എന്നെ സ്വീകരിക്കാനല്ല, ഒരു പെരുന്നാളിന് അവർ ഈ ഒരാഴ്ചത്തെ ഈ പ്രാരബ്ധങ്ങളെല്ലാം കഴിഞ്ഞ് ദൈവസന്നിധിയിൽ വന്ന് ഉറക്ക പാടാനായി ദൈവമക്കൾ വന്നിരിക്കുന്നു. അവരുടെ ആ താളം മുഴുവനും, ഹൃദയതാളം മുഴുവനും തെറ്റിച്ച് ഒരു പരുവത്തിന് എവിടെയോ പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രോഗ്രാമാണല്ലോ, മെത്രാച്ചന്മാർക്കും അച്ഛന്മാർക്കും പ്രോഗ്രാമാണ്. പിന്നെ ശുശ്രൂഷകർക്കും പ്രധാന ശുശ്രൂഷകർക്കും പണ്ടൊക്കെ ആണെങ്കിൽ ഒരു വീട് കൂതാശയുണ്ട്, പോകണം, ഒരു മരണമുണ്ട്, അടക്കത്തിന് വീട്ടിൽ വരെ ഒന്ന് പോകണം, അച്ഛൻ്റെ കൂടെ അടക്കത്തിന് പോകണം, കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞിരുന്നത് ഇപ്പോഴും മുഴുവനും പ്രോഗ്രാമായി. ആ പ്രോഗ്രാം തുടങ്ങി ശുശ്രൂഷകർ വരെ ഇപ്പം പ്രോഗ്രാമിലാണ്, ശുശ്രൂഷകളിലല്ല, പ്രോഗ്രാം പോകണം. അതേക്കുറിച്ച് അങ്ങനെ ഞാൻ കൂടുതൽ പറയുന്നില്ല. മനസ്സിലായല്ലോ പറഞ്ഞത്. കോറൽ ആൻഡ് കോൺഗ്രിഗേഷണൽ എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ ഗായകരാണ്, അത് കോറലായിരിക്കണം, കോൺഗ്രിഗേഷനിലായിരിക്കണം. കോൺഗ്രിഗേഷനെ, ദൈവമക്കളെ ശാക്തീകരിക്കാൻ ദൈവസന്നിധിയിൽ നിന്ന് ക്രമമായി ചിട്ടയായി ഗാനാലാപം നടത്താനും പ്രതിവാക്യം ചെല്ലാനും ശാക്തീകരിക്കുവാനുള്ള മുഖ്യമായ ഉത്തരവാദിത്വം വൈദികനുണ്ടെന്ന് പറഞ്ഞാലും പ്രായോഗികമായി വൈദികനേക്കാൾ കൂടുതൽ ആ ദേവാലയത്തിലെ ശുശ്രൂഷകൻ, പ്രത്യേകിച്ചും പ്രധാന ശുശ്രൂഷകൻ, അവരത് എക്സർസൈസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് പറയണം, മക്കളെ ഇങ്ങനെ പാടിയാൽ മതി, ഇവിടെ ഇങ്ങനെ പാടിയാൽ മതി. അച്ഛനോടും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ആണെങ്കിൽ അത് നടക്കും. അത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് കഴിയുന്ന ഉടനെ നമ്മുടെ പള്ളിയിൽ ആളുകൾ മടുത്തു വരില്ല, പാവപ്പെട്ടവർ വരുത്തില്ല. പാവപ്പെട്ടവർ ഞാൻ ഉദ്ദേശിക്കുന്നത് പണത്തിൻ്റെ കാര്യത്തിലല്ല, ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽപ്പെട്ട് വിഷമിക്കുന്ന, ഹൃദയം വിതുമ്പുന്ന ആളുകൾ വന്ന് ദൈവസന്നിധിയിൽ ഉറക്ക ചൊല്ലാനുള്ള അവകാശം, അത് ചിട്ടയായി ചൊല്ലുന്നതിന് അവരെ ശാക്തീകരിക്കേണ്ടതിന് പകരം അവരുടെ കൊങ്ങായ്ക്ക് പിടിച്ച് പുറത്താക്കുന്ന തരത്തിൽ പോകുന്നത് ഒരിക്കലും ഭൂഷണമല്ല. നിങ്ങളുടെ ധർമ്മം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. ചിലരൊക്കെ വായിച്ചു നോക്കി തുടങ്ങി. ഞാനിനി അധികം നീട്ടുകയില്ല. ഞാൻ പറഞ്ഞത് ഗാനത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഇറ്റ് ഷുഡ് ബി, 2 വാക്ക് പറഞ്ഞ് ഇംഗ്ലീഷിൽ, എന്തുവാ അത്? കോറൽ ആൻഡ് കോൺഗ്രിഗേഷണൽ. അതിൻ്റെ ലീഡർഷിപ്പ് ആരെടുക്കണം? ശുശ്രൂഷകരെടുക്കണം, ശുശ്രൂഷക സംഘം എടുക്കണം. ഓരോ ഇടവകയിലും ശുശ്രൂഷകർ അതിന് നേതൃത്വം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മതി ഗായക സംഘം എന്ന് വിളിക്കപ്പെടുന്നത്. ഗായക സംഘം അവരെ പുറത്താക്കാനല്ല ഞാൻ പറയുന്നത്, അവരെയും കൂടെ ഈ ആശയത്തിൻ്റെ കൊടിക്കീഴിൽ കൊണ്ടുവരുവാൻ ആര് നേതൃത്വം കൊടുക്കണം? ശുശ്രൂഷക സംഘം ഓരോ ദേവാലയത്തിലും നേതൃത്വം കൊടുക്കണം. നിഷേധാത്മകമായല്ല, ഗായക സംഘത്തെ പറഞ്ഞു വിടാനല്ല, ഞാനങ്ങനെ പറഞ്ഞു വിടാറില്ല. പക്ഷേ ഒരു മൈക്ക് ഒരാൾക്ക് ഗായക സംഘം, ഒരു 10-12 മൈക്ക്, 10-15 കുഞ്ഞുങ്ങളും, പക്ഷേ വോളിയം കൂട്ടിയിരിക്കുന്നത് 2 മൈക്കിന് മാത്രം. ഒന്നൊരു മെയിൽ വോയിസിനും മറ്റൊന്ന് ഫീമെയിൽ വോയിസിനും. അതാണ് ഔട്ട്പുട്ട്. ബാക്കിയെല്ലാം ഈ മൈക്കിലൂടെ ശബ്ദമുണ്ടെന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം അവിടെ വന്ന് നിൽക്കുക. കോൺഗ്രിഗേഷണലി കോറൽ ഇഫക്റ്റ് ഇല്ല, കോറസ് അല്ല, അതോടൊപ്പം തന്നെ കോൺഗ്രിഗേഷണലുമല്ല. കോറൽ ആൻഡ് കോൺഗ്രിഗേഷണൽ ടേക്ക് ദ ലീഡർഷിപ്പ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് വായനയെ സംബന്ധിച്ചാണ്. വായന സംബന്ധിച്ച് ഞാൻ ഒരു വാക്ക് പ്രത്യേകം പറയുന്നു, സ്ഫുടത എന്ന് ഞാൻ അടിവരയിടും. സ്ഫുടത എന്ന വാക്ക് വന്നിരിക്കുന്നത് സ്ഫോടത്തിൽ നിന്നാണ്. ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് നിർഗമിക്കുന്ന ഒരു സ്ഫോടനമാണ് ഓരോ വാക്കും ഒരു സ്ഫോടനമാണ്. ആന്തരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സ്ഫോടനമാണ്. നെയ്സലല്ല, മൂക്കിൽ കൂടെ വരുന്നതല്ല, ഈ പല്ല് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ളതല്ല. അത് ആന്തരത്തിൽ നിന്ന് നിർഗമിക്കുമ്പോൾ ആ ശബ്ദത്തിന് വ്യത്യാസം വരും. അതൊരു സ്ഫോടനമായിട്ട് തന്നെ വരും. സ്ഫുടത
അതിൽ നിന്നാണ് സ്ഫുടനം. ഓരോ വാക്കും സ്ഫുടമായിരിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു സ്ഫോടനമായി തന്നെ നിർഗമിക്കണം എന്നാണ് അതിനർത്ഥം. ഇതോടൊപ്പം തന്നെ അത് വായനയ്ക്കും ശരിയാണ്, ഗാനാലാപത്തിനും ശരിയാണ്. പക്ഷെ വായനയ്ക്ക് ഞാൻ ഒരു പ്രമാണം നിങ്ങളോട് പറയാം. വിരാമം, അർദ്ധവിരാമം, പൂർണ്ണവിരാമം, 3 വിരാമങ്ങളുണ്ട്. പങ്ക്ച്വേഷൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പങ്ക്ച്വേഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുങ്ക്റ്റ് എന്ന ജർമ്മൻ വാക്കിൻ്റെ അതിൽ നിന്നാണ് എന്ന് ഞാൻ പറയും. ഒരു പക്ഷേ ലത്തീൻ ഭാഷയിൽ നിന്ന് വന്നതായിരിക്കും. പുങ്ക്റ്റ്, PUNCT, പുങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്റ്റോപ്പ് എന്നാണ്. അത് ഫുൾ സ്റ്റോപ്പാണ്. അതിന് പൂർണ്ണവിരാമം എന്ന് നമ്മൾ പറയും. പൂർണ്ണവിരാമം. വിരാമം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ കോമായ. അർദ്ധവിരാമം എന്ന് പറയുന്നത് കുത്തും കോമയുമാണ്. വായനയിൽ ഇത് എത്ര പേർ ശ്രദ്ധിക്കും? വായനയിൽ ഇത് എത്ര പേർ ശ്രദ്ധിക്കും? ഒരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു സ്പേസ് ഉണ്ട് ഇല്ലേ, ഒരിടം. ഒരു വാക്കിൽ നിന്ന് മറ്റേ വാക്ക് വ്യത്യസ്തമാണ്. ആ സ്പേസ് അങ്ങനെ ഒന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. വായനക്കാർ തിരിച്ചറിഞ്ഞിരിക്കണം. ഒരു കോമ ഉണ്ടെങ്കിൽ ആ ഉച്ചാരണത്തിന് ഒരു കോമ നമ്മളുടെ ശബ്ദത്തിൽ പ്രതിഫലിക്കണം. കോമ, വിരാമം എന്ന് പറയുന്നത് ചെറിയ വിരാമം എന്ന് വേണമെങ്കിൽ ചെറുവിരാമം എന്ന് കോമയ്ക്ക് കൊടുക്കാം. ചെറുവിരാമം, ആ ചെറുവിരാമമാണ്. ആ ചെറുവിരാമം കൊടുത്തില്ലെങ്കിൽ അർത്ഥം വ്യക്തമാവില്ല, അർത്ഥം കുഴഞ്ഞു പോവും. അതിനായി വിരാമം കൊടുത്തിരിക്കുന്നത്, കോമ കൊടുത്തിരിക്കുന്നത്. അർദ്ധവിരാമം കൊടുക്കുമ്പോൾ അതിന് ആ നിലയിൽ ഒരു പോസ് വേണം, അല്ലെങ്കിൽ ആശയം തെളിമയായി കിട്ടില്ല. ഈ വിരാമങ്ങൾ വന്നിരിക്കും. എത്ര വിരാമങ്ങളാണ് ഞാൻ പറഞ്ഞത്? എത്ര വിരാമം പറഞ്ഞു? ചെറുവിരാമം, അർദ്ധവിരാമം, പൂർണ്ണവിരാമം. ഒന്ന് പറഞ്ഞ എല്ലാവരും കൂടെ. ചെറുവിരാമം, അർദ്ധവിരാമം, പൂർണ്ണവിരാമം. മനസ്സിലായോ? അത് നമ്മളുടെ വായനയിൽ പ്രതിഫലിക്കണം. വായനയിൽ അത് ഉണ്ടാവണം. ഗാനങ്ങൾ ആലപിക്കുമ്പോൾ അതിന് വേറൊരു തിയറിയാണ്. ഗാനാലാപത്തിന് വേറൊരു തിയറിയാണ്. പക്ഷേ വായനകൾക്ക് ഇത് വളരെ പ്രധാനമാണ്. അങ്ങനെ വായിക്കാൻ പഠിക്കണം. ഞാൻ പറയും, ലോകത്തിലുള്ള സഭകളിൽ ഇത്ര മോശമായി കോറസ് ഇല്ലാതെ ഗായക സംഘങ്ങളും ശുശ്രൂഷകരും പാടുന്ന ഒരു സഭ ബാക്കിയോടെ പറയട്ടെ, ലോകത്തിലില്ല. എവിടെയോ ഒക്കെ സഭകളിൽ ഞാൻ പോയിരിക്കുന്നു, ലോകത്തിലില്ല. അഥവാ ഉണ്ടെങ്കിൽ പെന്തിക്കോസുകാരേ ഉള്ളൂ. അത് ഈ മറുഭാഷ പോലെ ഇങ്ങനെ ഇളകി പറയുന്ന സന്ദർഭത്തിലുള്ള അവരുടെ ഉച്ചാരണങ്ങളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ മോശമായി ഗായക സംഘം ഗാനാലാപം നടത്തുന്ന ഒരു സഭ ലോകത്തിൽ വേറെ ഒരിടത്തുമില്ല. കേരളത്തിലുമില്ല, ഇന്ത്യയിലുമില്ല, ലോകത്തിൽ ഒരു സഭകളിലുമില്ല. എഴുതി വെച്ചു ഈ പറയുന്നത്. അതിൻ്റെ പങ്ക് ശുശ്രൂഷക സംഘത്തിനും ഉണ്ടെന്ന് ഞാൻ ചേർത്ത് പറയും. വിരാമവുമില്ല. വായനയ്ക്കാണെങ്കിലും അത് തന്നെ. ഇത്ര മോശമായി വായിക്കുന്ന സഭ ഏതാ? ഇത്ര മോശമായി വായിക്കുന്ന സഭ ഏതാണെന്ന് എന്താ മിണ്ടാത്തേ? എന്താ? മലങ്കര ഓർത്തഡോക്സ് സഭയേ ഉള്ളൂ. ഗോ ടു CSI ചർച്ച്, ഗോ ടു മാർത്തമ ചർച്ച്, ഗോ ടു എനി അതർ കാത്തലിക് ചർച്ച്. ഇത്ര മോശമായി വിരാമവുമില്ല, അർദ്ധവിരാമവുമില്ല, പൂർണ്ണവിരാമവുമില്ല. ഒരു വായനയാണ്. പരിശീലനം നടക്കുന്നില്ല. പരിശീലനമുണ്ടെങ്കിലും അതിന് വിധേയപ്പെടുന്നുമില്ല. ഗാനാലാപത്തിലുമില്ല, വായനയിലുമില്ല. പ്രിയമുള്ളവരെ, ഈ സമർപ്പണം നമുക്ക് ഉണ്ടാവേണ്ടതാണ്. എനിക്ക് തന്നിരിക്കുന്ന സമയം മിക്കവാറും തീർന്നിരിക്കുന്നു. ഞാൻ നിഷ്കളങ്കതയിൽ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഈ കുറ്റമില്ലായ്മ എന്ന വാക്കിൽ ഞാൻ ഇതും കൂടെ ചേർത്ത് വയ്ക്കും. ഏതും കൂടെ? നമ്മുടെ വായനയും ഗാനാലാപങ്ങളിലുമുള്ള ശുഷ്കാന്തിയും കൂടെ, അതിലുള്ള ശ്രദ്ധയും കൂടെ. ഞാൻ ചോദിച്ചോട്ടെ,
ദൈവമക്കൾ ഇത്രയും വന്നിരിക്കുന്ന, ഒരു ദേവാലയത്തിൽ ഇത്രയും മക്കൾ വന്നിരിക്കുന്ന ആ ദൈവമക്കളെ ദാനാലാപത്തിലും വാക്യപ്രതിവാക്യങ്ങൾ ചൊല്ലുന്നതിലും ശാക്തീകരിക്കാൻ നിങ്ങൾ നിയോഗിതരായിരിക്കെ, അത് നിങ്ങളുടെ തൻപോരുമ, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ സാന്നിധ്യം അത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു തരം വായനയും ഗാനാലാപത്തിലുള്ള നേതൃത്വവും കൊടുക്കുമ്പോൾ നിങ്ങൾ കുറ്റക്കാരല്ലേ? അല്ല, ഞാൻ കുറ്റക്കാരനല്ലേ? ഇതിൽ നിന്ന് നിങ്ങൾ മാത്രമല്ല വിമോചിതരാവേണ്ടത്. മേൽപ്പട്ടക്കാരൻ ഉൾപ്പെടെയുള്ള ഞാനും എൻ്റെ പിറകിലിരിക്കുന്ന പട്ടക്കാരും കുറ്റക്കാർ തന്നെയാണ്. ദൈവമക്കളെ കഴിയാത്തിടത്തോളം കാലം, ദൈവമക്കളെ ശാക്തീകരിക്കാൻ കഴിയാത്തിടത്തോളം കാലം എന്തു കുർബാന ചൊല്ല, എന്തു കുർബാന വായനയാ, എന്ത് ഗാനാലാപങ്ങളാ. മേൽപ്പട്ടക്കാർ മുതൽ താഴോട്ട് ശുശ്രൂഷകർ വരെ. ഈയിടയ്ക്ക് ഞാനൊരു പട്ടക്കാരനോട് പറഞ്ഞു, കുഞ്ഞേ, ചെറുപ്പവാ, കുർബാന പറയരുത്, കുർബാന പാടരുത്, കുർബാന ചൊല്ലണം എന്ന് പറഞ്ഞേ. കുർബാന പറയരുത്, കുർബാന പാടരുത്, കുർബാന ചൊല്ലണം. അത് അച്ഛനോട് പറഞ്ഞതാ. ഞാൻ നിങ്ങളോട് പറയും, മക്കളെ, വായന എങ്ങനെ വേണം? വായന എങ്ങനെ വേണം? പറയരുത്, പറയരുത്. വർത്തമാനം പറയുന്നത് പോലെ വേദോത്സവം വായിക്കരുത്. പാടരുത്. ഓ, ഭയങ്കര പാട്ടുകാരനല്ലയോ ആ വായനക്ക്, എന്നെ വായന. ഓ, അച്ഛൻ, ആ അച്ഛനെ നമുക്ക് വിളിക്കണം പെരുന്നാളിന്. എന്നെ ചൊല്ല, എന്നെ കുർബാന ചൊല്ല, അങ്ങ് പാട്ടല്ലേ. തീർന്നു എന്ന് ഞാൻ പറയും. ആ വിവേചനമില്ല. എന്തിനാണ് നിയോഗിതനായിരിക്കുന്ന വിവേചനം? വൈദിക ഗണത്തിൽപ്പെടുന്ന, ശുശ്രൂഷക സംഘത്തിൽപ്പെടുന്ന നമുക്കില്ലെങ്കിൽ പോയില്ലേ ആധ്യാത്മികതയുടെ അടിസ്ഥാനം? തെറ്റായി പോയില്ലേ? ഇവൾ ഗൗരവമായിട്ട് കാണും. കുറ്റം തന്നെയാണത്, അധർമ്മം തന്നെയാണത്. ദൈവമക്കളെ ദൈവസന്നിധിയിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ 3 വാക്ക് പറഞ്ഞത് മറക്കല്ലേ. ഏത് വാക്കാ? കുർബാന പറയരുത്, കുർബാന പാടരുത്. കുർബാന പിന്നെ എന്ത് ചെയ്യണം? പാടുന്ന സന്ദർഭം വരുമ്പോൾ പാടിക്കോ, മനസ്സിലായോ? എന്നാൽ കുർബാന ചൊല്ലുക തന്നെ. ആ ചൊല്ലിന് റെസിറ്റേഷനാണ്. അത് വേറെ വാക്കാ. സേ എന്നല്ല, സിങ് എന്നുമല്ല. സേ ആൻഡ് സിങ് അല്ല, അത് റെസിറ്റേഷൻസ് ആണ്, ചൊല്ലാണ്. ആ ചൊല്ല് വളരെ മനോഹരമായി നടത്തുന്ന പക്ഷം ദൈവമക്കൾ നിങ്ങളെ എന്നും ഓർക്കും. മദ്ബഹായിൽ നിന്നുകൊണ്ട് അവരെയും കൂടെ പങ്കെടുപ്പിച്ച് നന്നായി തയ്യാറെടുത്ത്, അങ്ങനെ ഒരാൾ മദ്ബഹായിൽ ഒരു പ്രധാന ശുശ്രൂഷകനോ മുതിർന്ന ഒരു ശുശ്രൂഷകനോ പ്രധാന ശുശ്രൂഷകനോ നേതൃത്വം കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ധർമ്മം നിർവഹിക്കുമെങ്കിൽ ദൈവമക്കൾ ഒരു കാലത്തും നിങ്ങളെ മറക്കത്തില്ല. ഇത്രയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വലിയ ധർമ്മം പട്ടക്കാർക്കും മേൽപ്പട്ടക്കാർക്കും ശുശ്രൂഷകർക്കും ഉള്ളതുപോലെ ആധ്യാത്മിക തലത്തിൽ വേറെ ആർക്കുമില്ല. കാരണം അവരവരുടെ ഹൃദയങ്ങളിൽ അതെപ്പോഴും പച്ചിച്ച് നിർത്തും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഭാരപ്പെട്ടു വരുന്ന ദൈവമക്കളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ നിങ്ങളൊരു ഉപകരണമായെങ്കിൽ അവരൊരിക്കലും നിങ്ങളെയോ ഞങ്ങളെയോ മറക്കില്ല എന്നോർക്കണം. ആ കുറ്റമില്ലായ്മയിൽ ഞാൻ എൻ്റെ കൈകളെ കഴുകുന്നു. ഈ വാക്കുകളോടുകൂടെ ഈ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അങ്ങനെ ഈ സംഗമം അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ